2025 ഹരിവരാസനം പുരസ്കാരം കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് മന്ത്രി വി.എൻ. വാസവൻ സമ്മാനിച്ചു. ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം കുറ്റമറ്റതാക്കാൻ കഴിഞ്ഞതെന്ന് പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞു. കുറ്റമറ്റതാക്കി തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥലം എംഎൽഎമാരും ഒപ്പം നമ്മുടെ സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് ഒരു ടീം വർക്ക് നടത്തി നല്ല നെറ്റ് റിസൾട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർത്ഥാടന കാലം കുറ്റമറ്റതാക്കാൻ അക്ഷീണം പ്രയത്നിച്ച എല്ലാവരെയും മന്ത്രി അഭിനന്ദിച്ചു. മകരവിളക്കിന് ശേഷം കുരുതിയോടെ ജനുവരി 20-ന് നട അടയ്ക്കുന്നതുവരെയുള്ള സംവിധാനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ ഉറപ്പാക്കിയതായും മന്ത്രി പറഞ്ഞു. സാംസ്കാരിക സംഗീത സൃഷ്ടികൾക്കുപരിയായി ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച മാനവികതയും സാമൂഹ്യ ബോധവുമാണ് ഹരിവരാസനം പുരസ്കാരത്തിന് തന്നെ അർഹനാക്കിയതെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. താനും ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നതായും പുരസ്കാര തീർത്ഥാടന കാലത്ത് വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായി സമർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി പി.കെ. ശേഖർ ബാബു മുഖ്യ അതിഥിയായി. സന്നിധാനത്തും പരിസരത്തും അയ്യപ്പന്റെ ചിത്രങ്ങൾ വരച്ച ഭിന്നശേഷിക്കാരനായ പത്തനാപുരം സ്വദേശി മനോജ് കുമാറിനെ 1 ലക്ഷം രൂപ നൽകി വേദിയിൽ ആദരിച്ചു.